ഓണത്തിനൊരു കിടിലൻ മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ഉപ്പും കായപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെച്ചേക്കാം. എന്നിട്ട് ഒരു ചട്ടി ചൂടായി അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വലിയ സ്പൂൺ നിറയെ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇതിനിടയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മളൊരു 3 വലിയ സ്പൂൺ മുളക് പൊടിയും അതുപോലെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ പിന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നല്ല കണക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നല്ല വെട്ടിത്തിളച്ച ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓണത്തിന് മാങ്ങാച്ചാറ് ഇച്ചിരി ചാറോടുകൂടി ഇരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തേനും മാങ്ങയിൽ നല്ല കണക്ക് വിനാഗിരിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലെണ്ണ കറിവേപ്പില ഒഴിച്ച് നല്ല കണക്ക് വറുത്ത് ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കിടിലനാണ് കേട്ടോ.